ഏറ്റവും വേദനയുണ്ടാക്കുന്നൊരു സംഭവമാണ്. അത് നമുക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്ന കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയാണുള്ളത്. അത് ഒഴിവാക്കാവുന്നൊരു കാര്യമായിരുന്നു. ഈ സ്കൂളുകാർ ഈ ലൈനിൻ്റെ അടിയിൽ എന്തിനീ കെട്ടിടം വെച്ചു എന്ന് ഞാൻ പലപ്പോഴും, അതാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ കുഴപ്പം. അതിൻ്റെ താഴെ ഒരു ഷെഡ് ഉണ്ടാക്കി. ഇതിന് വേറെ അപകടമുണ്ട്. ഈ കുഞ്ഞിനെ കറണ്ട് അടിക്കുന്ന സമയത്ത് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഈ ഇത് കമ്പിയിൽ പിടിച്ചിരുന്നെങ്കിൽ അവരെല്ലാം ഷോക്ക് അടിക്കുമായിരുന്നു. അപ്പോൾ ഈ അപകടകരമായ നിലയിൽ ഇത്രയും ഒരു ലൈൻ താന്ന് പോകുമ്പോൾ അതിനടിയിൽ ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചത് വളരെ തെറ്റാണ്. ക്ലാസ് എടുക്കാൻ ഏതായാലും പറ്റില്ല, കാരണം ഷെഡിലിരുത്തി ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പുറത്ത് വേറെ കെട്ടിടമുണ്ട്. അവരാ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ വൈദ്യുതി ലൈൻ താന്ന് പോകുമ്പോൾ അത് മാറ്റണമെന്ന് അവർ ആവശ്യപ്പെടും. ഇപ്പോൾ ഈ വൈദ്യുതി ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു 2-3 പോസ്റ്റിൻ്റെ കാശ് പോയി, അത് അടയ്ക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്. വൈദ്യുതി ബോർഡ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ ഒരു ലൈൻ പോകുന്നത് മാറ്റി കൊടുക്കാൻ വൈദ്യുതി ബോർഡും തയ്യാറാണ്. നമ്മൾ പിന്നെ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. 2 കുറ്റങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്ന്, ഈ കെട്ടിടം അവിടെ വെച്ചത്. 2, വൈദ്യുതി ലൈൻ ഒരു സ്കൂളിനകത്തോട് ഇത്ര താന്ന് പോകുമ്പോൾ അത് കുഞ്ഞുങ്ങൾ വരുന്നതാണ്, അത് മാറ്റി കൊടുക്കേണ്ടതാണ്. നേരത്തെ ഇവിടെ മാത്രമല്ല, ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരമായി അത് മാറ്റി കൊടുക്കണം. വൈദ്യുതി ബോർഡ് സ്വന്തം ചെലവിൽ തന്നെ അത് മാറ്റി കൊടുക്കണം. ഇത്രയധികം കുഞ്ഞുങ്ങൾ വരുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഷെഡ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കണം. ഇത്തരം ഷെഡുകൾ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എത്രയും താന്നു പോകുന്നൊരു ലൈനിൻ്റെ താഴെ ഈ ഷെഡ് ഉണ്ടാക്കിയ സാഹസികൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഷീറ്റൊക്കെ എടുത്ത് കയറും അയാൾ തന്നെ വൈദ്യുതാഘാതം പറ്റി മരിക്കേണ്ടതാണ്. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ ഷെഡ് വയ്ക്കാൻ പാടില്ല. മാനേജ്മെന്റ് പറയുന്നത് 8 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ഷെഡാണ്. നാട്ടുകാർ പറയുന്നത് പലതവണ ഈ KSBക്ക് പരാതി കൊടുത്തിട്ടും ഇത് ഉയർത്താനോ മറ്റ് നടപടി സ്വീകരിക്കണോ തയ്യാറായിരിക്കുന്നുണ്ട്. അല്ല, ഞാനിതിനെ ന്യായീകരിക്കുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നല്ല, മന്ത്രി എന്നുള്ള നിലയല്ല, പൊതുപ്രവർത്തകൻ എന്നല്ല എൻ്റെ കാഴ്ചപ്പാട്. ഒരു സാധാരണ മനുഷ്യൻ എന്നല്ല എൻ്റെ കാഴ്ചപ്പാട്. ഈ സ്കൂളിനകത്തൂടെ ലൈൻ പോകാൻ പാടില്ലായിരുന്നു. ആ ലൈൻ അവിടെ നിന്ന് മാറ്റാൻ വൈദ്യുതി ബോർഡ് തന്നെ ഇനിയെങ്കിലും പണം ചിലവാക്കി അത് മാറ്റണം. അത് ആരുടെ കുഴപ്പം? മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റിനോടോ PTയോടോ 3 പോസ്റ്റിൻ്റെ കാശ് 10-50,000 രൂപ അടയ്ക്കാൻ പറയും. അത് പറ്റാത്തത് കൊണ്ട് വരുന്നതാണ്. അടിയന്തരമായി ഇത്തരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ ഈ ഷെഡ് പണിതെന്ന് വെച്ചാൽ ഷെഡ് അതിൻ്റെ താഴെ പണിത് വെച്ച് വലിയൊരു തെറ്റ് തന്നെയാണ്. അതിന് 8 കൊല്ലോ 10 കൊല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞ് കയറിയതുകൊണ്ട് ഇത് അറിഞ്ഞു, അല്ലെങ്കിലും അത് വലിയ അപകടമാണ്. ഈ കമ്പി ലൈൻ പൊട്ടിയെന്ന് വയ്ക്കും. ഈ ലൈൻ പൊട്ടി ഇതിന് മേളിൽ വീണാൽ താഴെ നിൽക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഇത് ദോഷകരമായി ബാധിക്കില്ല. അത് മെറ്റലാണത് മുഴുവൻ, തടിയിലല്ല. മെറ്റലായേണ്ടത് താഴെ വയറെങ്ങാനും പൊട്ടി വീണാൽ വലിയ ദുരന്തം ഉണ്ടായേനെ. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമായി ഇതിനെ കാണണ്ട. ഇതിനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം. ഇതിന് വേണ്ട നടപടികൾ എടുക്കണം. ഉണ്ട്. 2 കൂട്ടരും ഈ പറഞ്ഞ 2 വീഴ്ചയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പൗരൻ നിലയിൽ എനിക്ക് തോന്നിയത്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. മന്ത്രി എന്നുള്ള നിലയിലല്ല, ഒരു സാധാരണ പൗരൻ നിലയിൽ അത് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ നടുവിലൂടെ അങ്ങനെ ലൈൻ പോകുന്നത് ഡേഞ്ചറസ് ആണ്. പിന്നെ ആ ഷെഡ് അതിനടി കൊണ്ടുവച്ചത് വലിയ തെറ്റാണ്. വലിയ തെറ്റാണ്. ആര് വെച്ചാലും അവർ പേര് നടപടി ഉണ്ടാക്കണം. അത് 8 വർഷം മുമ്പോ 10 വർഷം അതല്ല വിഷയം. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ ലൈൻ പൊട്ടി വീണിരുന്നെങ്കിൽ താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി എന്താണ്? ഇപ്പോൾ കുഞ്ഞ് മേളിൽ കയറിയോണ്ടാണല്ലോ അത് പറയുന്നത്. താഴെ നിൽക്കുകയാണ്, ഈ ലൈൻ പൊട്ടി അതിന് പുറത്ത് വീണു, താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി, എല്ലാം ഇരുമ്പാണ്, താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഇത് അപകടകരമായ ഇത്തരം നിർമ്മിതികൾ അനുവദിക്കാൻ പാടില്ല.